ഹലോ മക്കളെ, ഗ്രാവിറ്റേഷനിലെ വർഷങ്ങളായി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് നോക്കാം. സാധാരണ രീതിയിലുള്ള എക്സാം ആണെങ്കിൽ 90% നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു 10% മാർജിൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നിന്ന് മാർക്ക് നഷ്ടപ്പെടുള്ളൂ. സോ ആദ്യം ഇത് പഠിക്കുക, അതിനുശേഷം ബാക്കി സമയം നിങ്ങൾ കണ്ടെത്തി ബാക്കി ടോപ്പിക് കൂടി പഠിക്കണം എന്ന് ഞാൻ പറയും. സോ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 90% കേസിലും ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ ഈ ചാപ്റ്റർ എന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. സോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്ഥിരമായി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നിങ്ങൾ പഠിക്കണം. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് വിൽ അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അങ്ങനെ പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പോൾ എവറി ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് വിൽ അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ M1 എന്ന് പറഞ്ഞ മാസും M2 എന്ന് പറഞ്ഞ മാസം നമ്മൾ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് M1 into M2 ഡിവൈഡഡ് ബൈ അവരുടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. സോ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ G, സ്മോൾ ലെറ്റർ G അല്ലേ, M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ് കൊടുക്കുക. ആ ജിയുടെ വാല്യൂ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുമോ? കോമൺ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. പല ആൾക്കാരും വീഡിയോ കമൻറ്റ് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജിയുടെ വാല്യൂ 9.8 അല്ല, അതിൻ്റെ വാല്യൂ 6.67 ഇൻറ്റു 10⁻⁻11 എന്നാ. ഒരു യൂണിറ്റും ഉണ്ട്, യൂണിറ്റും കൂടി നിങ്ങൾ പഠിക്കുക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. ഇനി ഒരു തവണ കൂടി നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞു, ഈ ജീൻ്റെ വാല്യൂ മാറുമോ ഇല്ലയോ? മാറില്ല കേട്ടോ. ഇത് കോൺസ്റ്റന്റ് ആണ്, ഫിക്സ്ഡ് ആണ് ഫോർ സ്പെറിക്കൽ ബോഡീസ്. അത്രയേ ഉള്ളൂ. അടുത്ത് വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. സ്റ്റേറ്റ്മെന്റ് ഡെഫിനേഷൻ മക്കളെ പഠിക്കണം, ചോദിക്കാറുണ്ട്. കുട്ടികൾക്ക് ഇതാണ് അറിയാത്തത്. അതായത് ഒരു ഒബ്ജക്റ്റ്, ഞാനിപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്താൽ അയാൾ ഭൂമി താഴോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു ആക്സിലറേഷൻ ഉണ്ട്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ എക്സ്പ്രഷൻ സ്മോൾ ലെറ്റർ ജി എന്നാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജി ആണ്. നെഗറ്റീവ് ഒന്നുമില്ല ഈ ചാപ്റ്ററിൽ. ജി എന്ന് എഴുതിയാൽ മതി. ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിൽ ജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ജി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസ്, ആർ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്തിൻ്റെ സർഫസിൽ എവിടെയാണ് മാക്സിമം മിനിമം? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഉത്തരം അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ കൺസെപ്റ്റും കൂടി പറഞ്ഞുതരാം. എർത്തിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് സ്പിയർ അല്ലാത്തത് കൊണ്ട് തന്നെ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇക്വേറ്ററിലോടെ ഡിസ്റ്റൻസും പോളിലോടെ ഡിസ്റ്റൻസും ഡിഫറെൻ്റ് ആണ്. അതായത് ഇക്വേറ്ററിലേക്കുള്ള സെൻറ്ററിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് പോളിൽ നിന്നേക്കാൾ കൂടുതലാണ്. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജി പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ ആണ്. അതായത് 6 കൂടുന്തോറും ജി എന്ത് ചെയ്യും, കുറയും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഇതിൻ്റെ നേരെ റിവേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഇക്വേറ്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എഴുതുമ്പോൾ എന്ത് ചെയ്യും, ഈ സൈൻ തിരിയും അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ ലെസ് ദാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾ. അപ്പോൾ പോൾസിലാണ് എന്ത് മാക്സിമം ജി മാക്സ് വരുന്നത്. ഇക്വേറ്ററിൽ എന്താണ്, ജി മിനിമം ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം അറ്റ് പോൾ ആൻഡ് മിനിമം അറ്റ് ഇക്വേറ്റർ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ചിലപ്പോൾ ഷോ ദാറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ജസ്റ്റ് 1 മാർക്കാണ്, ഇത് എഴുതിയാൽ മതി. അടുത്ത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് h ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ നിന്ന് h എന്ന് പറഞ്ഞ ഉയരത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിറൈവ് ചെയ്യാനാണ്. വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് ഒരു വൈറ്റ് പേപ്പറിൽ ഡിറൈവ് സാറെ കൂടെ നിങ്ങൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒന്ന് പോയി അടിക്കുക. ഒരു തവണയെങ്കിലും ഷെയർ ചെയ്ത ശേഷം മാത്രം ഡെറിവേഷൻ തുടർന്ന് കാണാം. എർത്തിന്റെ മാസ് m, എർത്തിന്റെ റേഡിയസ് r, എർത്തിന്റെ സർഫസിൽ നിന്ന് h ഉയരത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ GH എന്ന് വിളിക്കുക. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എഴുതുക. GM ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എഴുതുക. ഇനി ഒരു ഹൈറ്റിലാകുന്ന സമയത്ത് GH എന്നാണ് ഞാൻ എഴുതേണ്ടത്. ജിക്ക് മാറ്റില്ല, ക്യാപിറ്റൽ എമ്മിന് മാറ്റില്ല, ഡിവൈഡഡ് ബൈ ആറിന് പകരം ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എത്ര, R+H ആണ് അല്ലേ. R+H ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, GH ഡിവൈഡഡ് ബൈ G ഈസ് ഈക്വൽ ടു, ആരൊക്കെ വെട്ടിപ്പോകും അറിയോ, ഈ GMഉം GMഉം വെട്ടിപ്പോകും. ആൻഡ് ഈ ആർ സ്ക്വയർ മുകളിലും വരും. അപ്പോൾ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ R+H ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സെറ്റല്ലേ. ഇനി ഒരു കാര്യം കൂടി ചെയ്യാം. ഈ ജീനെ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ജീനെ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ GH ഈസ് ഈക്വൽ ടു GR സ്ക്വയർ ഡിവൈഡഡ് ബൈ R+H ദ
ഹോൾ സ്ക്വയർ. മക്കളെ ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇത് അറിഞ്ഞു വെക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മസ്റ്റായുള്ള ഇക്വേഷൻ ആണോ, കാരണം ഇത് എല്ലാ കേസിലും ഉപയോഗിക്കാം. ഇനി ചില സ്പെഷ്യൽ കേസസിൽ വേണ്ടിയിട്ട്, അതായത് ഫോർ എച്ച് വെരി വെരി ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞ കേസ് ഉണ്ട്. അതായത് എച്ച് ആറിനേക്കാൾ ഹൈറ്റ് റേഡിയസിനേക്കാൾ കുറവാകുന്ന കേസിലേക്ക് നമുക്കൊരു ഇക്വേഷൻ ഒന്ന് മാറ്റാണ്ട്, അതിനുവേണ്ടി ഇയാളൊന്ന് ഞാൻ മോഡിഫൈ ചെയ്യാണ്. ജി എച്ച് ഈസ് ഇക്വൽ ടു ജി ആർ സ്ക്വയർ. മുകളിലുള്ള ആൾ അതേപോലെ എഴുതി, താഴെ നിന്ന് ഞാൻ ആറിനെ ഞാൻ പുറത്തോട്ട് എടുക്കുക. ഇതിൽ നിന്ന് 6 പുറത്തോട്ട് വരുമ്പം 6 വരും. ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് ഞാൻ ആർ സ്ക്വയർ എഴുതി. റെഡി. 6 പുറത്തോട്ട് വന്നാലേ 1 വന്നു, പ്ലസ് വന്നു. എച്ചിൽ 6 ഉണ്ടോ? ഇല്ല. അപ്പോൾ h/6 വരും. അതിന് ഹോൾ സ്ക്വയർ വരും. ആരൊക്കെ ക്യാൻസൽ ആയി പോകും? ഈ ആർ സ്ക്വയറും വെട്ടിപ്പോയി. ഇനി താഴെയുള്ള ഈ ടേം മുകളിലോട്ട് പോട്ടെ, താഴെ ടേം മുകളിലോട്ട് പോട്ടെ. അപ്പോൾ എന്താവും? +2 ഉള്ളത് -2 ആവും. അപ്പോൾ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ബാക്കി ആരാ വരുന്നത്? നിങ്ങൾ നോക്കിക്കേ, 1 + h ഡിവൈഡഡ് ബൈ ആർ. +2 ഉള്ളത് എന്താവും? -2 ആവും. -2 ആയി. ഇനി യൂസിങ്, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് ചുമ്മാ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഒന്നും കാണിക്കണ്ട. ഒറ്റടിക്ക് ഉത്തരം എഴുതാൻ പറ്റും. ജി എച്ച് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത് അറിയാം മോനെ? എടാ ഈ -2 ഇല്ലേ, എടാ ഈ കാണുന്ന ഈ -2നെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ടേമില്ലേ h/r, അങ്ങനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഉത്തരമായി കേട്ടോ. ജി ഇൻറ്റു 1 അല്ലേ, ഇത് മൈനസ് ഇപ്പോൾ 2h ആവും. 2h/r എന്ന് വരും. ഇതാണ് ഹൈറ്റ് വളരെ കുറയുമ്പോഴുള്ള ഇക്വേഷൻ. അല്ലാത്ത കേസിൽ ഇയാൾ ഉപയോഗിക്കണം, അല്ലാത്ത കേസിൽ ഇയാൾ ഉപയോഗിക്കണം. സെറ്റാന്ന് വിചാരിക്കുന്നു. അടുത്ത ഡെറിവേഷനിലോട്ട് പോകാം. അടുത്ത കേസിലേക്ക് പോകാം. ആസ് വി ഗോ അപ്പ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്, എർത്തിന്റെ മുകളിലോട്ട് പോകുന്നതോറും, സർഫസ് മുകളിലോട്ട് പോകുന്ന ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കുറയുകയാണ് കേട്ടോ ചെയ്യുക. അറിഞ്ഞു വെക്കുക. അടുത്ത ചോദ്യം, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തായി നിങ്ങൾ പഠിക്കുന്നത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. അപ്പൊ എർത്തിന്റെ ഒരു ഫിഗർ വരച്ചാൽ നല്ലതാ. അപ്പൊ എർത്തിന്റെ മാസ് m, എർത്തിന്റെ സർഫസിൽ നിന്ന് d ഡെപ്തിലുള്ള ഒരു പോയിന്റിൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി നമുക്ക് കാണണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ സർഫസിലുള്ള വാല്യൂ എഴുതാം. g ഈസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് എഴുതാത്തൊരു പരിപാടി ഇല്ല. ഇയാളെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാം. ഇതിലെ ക്യാപിറ്റൽ എമ്മിന് നമുക്കറിയാം മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. എർത്തിന്റെ മാസ് എന്തായിരിക്കും? എർത്തിന്റെ ഡെൻസിറ്റി ഇൻറ്റു എർത്തിന്റെ വോളിയം 4/3 πr³ എന്നാണ് വരിക. എർത്തിനെ സ്പിയർ ആയി ട്രീറ്റ് ചെയ്താൽ ഇതാണ് സംഭവിക്കുക. ആ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ജി ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എമ്മിന് പകരം അങ്ങനെ പിടിച്ചു കൊടുക്കുക. ഞാൻ ഇയാൾ എന്ത് ചെയ്യുന്നു? റോ ഇൻറ്റു 4/3 πr³ എന്ന് എഴുതുന്നു. ആരൊക്കെ ക്യാൻസൽ ആവും? ഈ ആർ സ്ക്വയറും ഈ r³ ക്യാൻസൽ ആയി. ഇനി ബാക്കിയുള്ള ആൾക്കാർ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുക. ജി ഈസ് ഈക്വൽ ടു 4/3 ആദ്യം വരും, പൈ വരും, റോ വരും, ജി വരും, പിന്നെ ഒരു ആറ് ബാക്കി വരും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി എഴുതാം. ഇനി ഡെപ്തിലുള്ളതിനെ ജി ഡി എന്ന് എഴുതാം. ജി ഡി. ഈ 4/3 പൈ റോ ജി ഒന്നും മാറ്റില്ല. ഈ ആറിന് പകരം r-d. സെൻട്രൽ നിന്ന് ഈ പോയിന്റ് വരെ ഡിസ്റ്റൻസ് r-d അത് കൊടുത്താൽ മതി. അപ്പോൾ 4/3 പൈ റോ ജി ഇൻറ്റു r-d എന്ന് കൊടുത്താൽ ഇക്വേഷൻ നമ്പർ 2 ആയി. 1/2 2/1 ഒന്ന് ആലോചിച്ച് നോക്ക്. 2/1 നമ്മൾ ചെയ്യുക. നമ്മൾ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ജി ഡി ബൈ ജി. ജി ഡി ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ഈ 4/3 പൈ റോ ജി ഒക്കെ ക്യാൻസൽ ആയി പോകും. ഇവിടെ ബാക്കി ആരാ വരിക? r-d ഡിവൈഡഡ് ബൈ r എന്ന് വരും. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുകയാണ്. ഈ r-d എന്ന് ഇവിടുന്ന് 6നെ ഞാൻ പുറത്തോട്ട് എടുക്കുക. ഈ ടോപ്പ് ടേമിൽ നിന്ന് 6നെ പുറത്തോട്ട് എടുക്കും. അപ്പോൾ 6 പുറത്തോട്ട് വന്നു. ബ്രാക്കറ്റിൽ ആരാ വരിക? 6 പോയോണ്ട് 1 വരും അല്ലേ? ഡിയിൽ 6 ഉണ്ടോ? ഇല്ല. d ബൈ r എന്ന് വരും. താഴെ ഒരു 6. 6ഉം ക്യാൻസൽ ആയി. അപ്പൊ ജി ഡി ഈസ് ഈക്വൽ ടു ഈ ജീനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എന്താവും? ജി ഇൻറ്റു 1 - d ഡിവൈഡഡ് ബൈ r എന്ന് കിട്ടി. ഇതാണ് പരിപാടി. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും ഡെറിവേഷൻ വരികയാണെങ്കിൽ 3 മാർക്കിന്റെ ഡെറിവേഷൻ. ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്ക് അടിച്ച് എന്നിട്ട് ഒരു ഗ്രീൻ ടിക്ക് ചാറ്റിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. As we go down from the surface of earth, acceleration due to gravity decrease ആണ് ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, what is the mass and weight of a 60 kilogram man at the center of earth? മക്കളെ, എർത്തിന്റെ സെന്ററിൽ പോയാലും മാസ് മാറുന്നില്ല. മാസ് എത്ര? 60 കിലോഗ്രാം തന്നെ. മാസ് മാറില്ല. എർത്തിന്റെ സെന്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും.
അപ്പോൾ അവിടെ വെയിറ്റ് എത്രയായിരിക്കും? വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. എം ജി എന്നല്ലേ, മാസ് 60 ജീൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് വെയിറ്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും, 0 ന്യൂട്ടൺ. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ പോയാൽ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? മക്കളെ ഈ ഡെഫിനീഷൻ നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നമ്മുടെ ലൈവ്സിലും ബാക്കി എല്ലാ സെഷനിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഡെഫിനീഷൻ നിങ്ങൾ നോക്കുക. അതായത് എർത്തിൻ്റെ കേസിൽ എർത്തിൻ്റെ വളരെ ദൂരെ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എർത്ത് എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇൻഫിനിറ്റിന്ന് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നീങ്ങി വന്നു. ഇപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസിലാണ് എന്ന് പറഞ്ഞ മാസ് ഉള്ളതെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഡെഫിനീഷൻ പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാസ്, ഈ ബോഡിക്ക് ഉണ്ടാവുന്ന അതിന് സ്റ്റോർ ചെയ്യപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? അത് എന്തിനൊക്കെയായിരിക്കും? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ മാസ് ഫ്രം, ഈ മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് അതിൻ്റെ എക്സ്പ്രഷൻ പഠിക്കുക വെക്കുക, യു ഈക്വൽ ടു മൈനസ് ജി ഇൻറ്റു എർത്തിൻ്റെ മാസ് ഇൻറ്റു ഒബ്ജക്റ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ്. സ്മോൾ ലെറ്റർ എർത്തിൻ്റെ റേഡിയസ് അല്ലേ, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർന്ന് എഴുതാം. ഓൾറെഡി അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് സ്പീഡ് എന്താ നിങ്ങൾ പഠിച്ചേ പറ്റൂ. എസ്കേപ്പ് സ്പീഡിൻ്റെ ഡെഫിനീഷൻ നിങ്ങൾ പഠിക്കുക. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ്. ഡെഫിനീഷൻ എന്ന് വെച്ചാൽ എർത്തിൻ്റെ സർഫസിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റിന് വേണ്ട മിനിമം സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. അപ്പോൾ ഡെഫിനീഷൻ പഠിക്കുക. മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് സോ ദാറ്റ് ഇറ്റ് മേ എസ്കേപ്പ് ദ ഗ്രാവിറ്റേഷൻ പുൾ ഓഫ് എർത്ത്. ഇനി അങ്ങനൊന്നും വേണ്ട, ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി എന്ന് മാത്രം എഴുതിയാൽ മതി, മിനിമം വെലോസിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത് മസ്റ്റാണ്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം, എർത്തിൻ്റെ റേഡിയസ് ആർ, എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് സ്മോൾ ലെറ്റർ എം വെച്ചു. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ഞാൻ എറിയാണ് വിത്ത് വെലോസിറ്റി വി ഇ, എസ്കേപ്പ് വെലോസിറ്റി, മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ അയാൾ പോയി എസ്കേപ്പ് ആയി ഇൻഫിനിറ്റിയിലെത്തി. ഇൻഫിനിറ്റി എത്തിയാൽ അയാൾ എസ്കേപ്പ് ആയി എന്നാണ് പറയുക. ഇൻഫിനിറ്റി എത്തിയാൽ അയാളുടെ വെലോസിറ്റി എന്തായിരിക്കും? 0. ഇൻഫിനിറ്റി എത്തുമ്പോൾ ജസ്റ്റ് എസ്കേപ്പ് ആയാൽ അയാളുടെ വെലോസിറ്റി 0. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി, അതായത് ഫൈനൽ കൈനറ്റിക് എനർജി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? അത് 0 ആയിട്ട് നമ്മൾ പറയും. അതും നമ്മൾ എന്ത് പറയും? 0 ആയിട്ട് പറയും. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു നമ്മൾ എന്താ യൂസ് ചെയ്യുക മക്കളെ? അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പോൾ ആ ഒരു വേർഡ് നിങ്ങൾ എഴുതാം, അക്കോർഡിംഗ് ടു കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി എഴുതാം. എന്നിട്ട് എന്താണ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജിയുടെ ഇക്വേഷൻ? ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെയും ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ് ഫൈനൽ കൈനറ്റിക് എനർജിയുടെയും ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്ര ആയിരിക്കും? ഹാഫ് ഇൻറ്റു ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ഇൻറ്റു എറിഞ്ഞ വെലോസിറ്റി വി ഇ അതിൻ്റെ സ്ക്വയർ പ്ലസ് യു ഐൻ്റെ വാല്യൂ, അതായത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിൻ്റെ വാല്യൂ നേരെ പഠിക്കുക, മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ എന്ന് നിങ്ങൾ കാണാൻ അങ്ങോട്ട് പഠിക്കുക, വാല്യൂ ഓർത്ത് വെക്കുക, ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയും 0 ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൈനസ് ജി എം എം ബൈ ആറിനെ അപ്പുറത്തേക്ക് മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഹാഫ് എം വി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ആരൊക്കെ ക്യാൻസലാവും? ഈ എമ്മും ക്യാൻസലായി. ഇനി ഇവിടെ ഉള്ള ഈ ബൈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മുകളിലോട്ട് ന്യൂമറോട്ടിലോട്ട് ഇടും അല്ലേ, രണ്ട് സൈഡ് ഞാൻ റൂട്ടും കൂടി എടുത്തു. അപ്പോൾ വി ഇ ഈസ് ഈക്വൽ ടു √2gm ഡിവൈഡഡ് ബൈ ആർ എന്ന് ഞാൻ എഴുതി. ഇതാണ് ഒരു ഇക്വേഷൻ. ഇയാൾക്ക് മറ്റൊരു രൂപം കൂടി ഉണ്ട് മോനെ, അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ജി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ആർ സ്ക്വയർ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ജി എം ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ജി എമ്മിന് വരെ ജി ആർ സ്ക്വയർ ഞാൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി കിട്ടും. എന്താ വരിക? നിങ്ങൾ ആലോചിച്ചേ, ഈ 2 അവിടെ ഉണ്ടാവും. ജി എമ്മിന് വരെ ജി ആർ സ്ക്വയർ വരുമ്പോൾ ഈ ആർ സ്ക്വയർ വെട്ടിപ്പോവും, ബാക്കി വരിക ജി ആർ എന്നാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു ഇക്വേഷൻ കേട്ടോ. എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു √2gr. ഡെറിവേഷൻ മസ്റ്റ് ആണ്. ഇതുവരെ എഴുതിയാലും മാർക്ക് വരും. ഈ ചിലപ്പോൾ ഇത് തന്നെ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് തന്നെ ഡിറൈവ് ചെയ്യുക. അപ്പോൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? റെഡി? ഹാപ്പിയാണ്? ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും പോയി ലൈക്ക് അടിക്കുക, ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം പേരിലേക്ക് എത്തട്ടെ. ഇനി എസ്കേപ്പ് വെലോസിറ്റി എർത്തിൻ്റെ കേസിലുള്ള വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എത്രയെന്ന് ചോദിച്ചാൽ അത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് അല്ല. മൂന്നിൻ്റെത് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാമോ? മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഒരു 5 കിലോൻ്റെയും 10 കിലോൻ്റെയും ബോഡി എറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി വരുന്നത്? ആരാണ് കൂടുതൽ വെലോസിറ്റി എറിയേണ്ടത് എസ്കേപ്പ് ആക്കാൻ? 2 പേർക്കും സെയിം എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കും കേട്ടോ, സെയിം എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കും. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, എടാ നമ്മളെ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ഇക്വേഷൻ എന്താ? എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു √2gr. അപ്പോൾ ഇതിൽ സ്മോൾ ലെറ്റർ എം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതാണ് റീസൺ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട മൊത്തം 3 കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഷുവർ ആയിട്ട് പറയുന്നത് ഇതിലെ ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ടൈം പീരീഡും എനർജി ഓഫ് സാറ്റലൈറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, ലൈവിലൊക്കെ പറയുന്ന കാര്യം ഓർത്ത് വെക്കുക. പക്ഷേ ഓർബിറ്റൽ വെലോസിറ്റി ഡെറിവേഷൻ നിങ്ങൾ പഠിക്കാതെ പോകരുത്, കാരണം ഇത് എസ്കേപ്പ് വെലോസിറ്റി കണക്ഷൻ ഉണ്ട്. അപ്പോൾ എർത്തിന്റെ ചുറ്റും എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ്, സർഫസിൽ നിന്ന് ഹൈറ്റിൽ ഒരു എം എന്ന് പറഞ്ഞ മാസുള്ള ഒരു സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അയാൾക്കൊരു വെലോസിറ്റി ഉണ്ടല്ലോ, അതാണ് ഓർബിറ്റൽ വെലോസിറ്റി അല്ലെങ്കിൽ ഓർബിറ്റൽ സ്പീഡ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ കറങ്ങാൻ ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെ, ഒരു സർക്കുലർ പാത്തിൽ കറങ്ങാൻ ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ എഫ് സെൻട്രിപിറ്റൽ ആരാ പ്രൊവൈഡ് ചെയ്യുക? ഇവിടെ എർത്തും ഇയാളും തമ്മിലുള്ള അട്രാക്ഷൻ ഇല്ലേ, എർത്ത് ഇയാൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നില്ലേ, ആ അട്രാക്ഷൻ ഫോഴ്സാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ, എഫ് ഗ്രാവിറ്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. റെഡി? അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു mv²/r എന്നാ. ഇയാളെ വെലോസിറ്റി എത്ര? mv² ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇയാളെ റേഡിയസ് ഇപ്പോൾ 6 മതിയോ? അല്ല, r+h വേണം. r+h എന്ന് കൊടുക്കുക ഈക്വൽ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്ര ആയിരിക്കും? g ഇൻറ്റു എർത്തിൻ്റെ മാസ് ഇൻറ്റു സാറ്റലൈറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. റെഡി? അപ്പോൾ ആരൊക്കെ ക്യാൻസൽ ആവും? ഒറ്റയടിക്ക് ഉത്തരമായി. എം ക്യാൻസലായി, r+h ക്യാൻസലാവും, ഇവിടുത്തെ ഒരു സ്ക്വയർ ക്യാൻസലായി, ഉത്തരമായി. അതായത് 2 സൈഡ് റൂട്ട് എടുത്തേ. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി VO ഈസ് ഈക്വൽ ടു √gm ഡിവൈഡഡ് ബൈ r+h എന്ന് കൊടുക്കുക. ഇത് അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ ആണ്, എപ്പോഴും യൂസ് ചെയ്യാം. ഇനി ഇയാളൊരു സ്പെഷ്യൽ കേസും ഉണ്ട്. അതായത് ഇഫ് h വെരി വെരി ലെസ് ദാൻ r ആണെങ്കിൽ നമുക്ക് ഹൈറ്റിനെ 0 കൊടുക്കാം, നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഹൈറ്റ് നെഗ്ലക്ട് ചെയ്താൽ നമുക്ക് എന്താ വരിക? നമുക്ക് കിട്ടാൻ പോകുന്നത് ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √gm ഡിവൈഡഡ് ബൈ r എന്ന. ഓക്കെ, ഇനി ഇയാൾക്ക് മറ്റൊരു ഫോമും കൂടി ഉണ്ട്. ജി എമ്മിന് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മൾ നേരത്തെ കൊടുത്ത ജി എമ്മിന് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? GR² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ GR² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ GR² ഡിവൈഡഡ് ബൈ r² ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് √gr. സോ ഇത് രണ്ടും ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ്, ഇത് അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ. ഇനി അടുത്തൊരു ചോദ്യം വരും, സ്ഥിരമായിട്ട് ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചാൽ മക്കളെ ഇതാണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ √2gr ആണ്. √2gr ഇയാളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്ക്. √2 ഇൻറ്റു √gr എന്ന് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എടാ √gr എന്ന് പറഞ്ഞാൽ ആരാ? ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ? അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി. ഓർ സ്റ്റൈലനാക്കി എഴുതുകയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു ഓർബിറ്റൽ വെലോസിറ്റി അല്ലെങ്കിൽ √2 ടൈംസ് അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി ഇൻറ്റു √2 എന്ന് കൊടുക്കാം. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓർത്ത് വെക്കണേ, മസ്റ്റാണ്, അറിഞ്ഞിരിക്കാം. അടുത്തത് കെപ്ലേഴ്സ് ലോ കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കെപ്ലേഴ്സിന്റെ 3 ലോസിന്റെ ഒന്നാമത്തെ ലോന്റെ പേര് ലോ ഓഫ് ഓർബിറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ. സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കുക. അതായത് എല്ലാ പ്ലാനറ്റും സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ത് ഷേപ്പിലാ? ഓർബിറ്റ് ചെയ്യുന്നത് ഷേപ്പ് എലിപ്റ്റിക്കൽ പാത്താണ്. അപ്പോൾ ഈ ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത്. ആൻഡ് സൺ എവിടെ എന്തായിരിക്കും? എലിപ്സിന്റെ 2 ഫോക്കസിൽ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും. സോ എവറി പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് ദ സൺ ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കൈ. ഇനി രണ്ടാമത്തെ ലോന്റെ പേര് ലോ ഓഫ് ഏരിയ എന്നാ. സെക്കൻഡ് ലോന്റെ പേര് ലോ ഓഫ് ഏരിയ എന്നാ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സണ്ണ്, ഇത് സണ്ണ്, ഇത് സൂര്യന്, ഇത് പ്ലാനറ്റ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തി. അതിന് 10 ദിവസം എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഞാൻ സണ്ണിലോട്ട് എന്ത് ചെയ്തു? ഒരു ലൈൻ വരച്ചു. ആൻഡ് ഇയാൾ ഇവിടെ എത്തിയപ്പോൾ 10 ദിവസം കൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ആ പോയിന്റ് ഞാൻ സണ്ണിലോട്ട് ലൈൻ വരച്ചു. പിന്നീട് അയാൾ കറങ്ങി ഈ പോയിന്റിലെത്തി അല്ലേ? ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് എത്താൻ എടുത്ത ഡേയും 10 ദിവസം ആണെങ്കിൽ ഞാൻ ഇവിടുന്നും ഇങ്ങോട്ടൊരു പോയിന്റ് വരച്ചു, ഇവിടുന്ന് അങ്ങോട്ട് പോയിന്റ് വരച്ചു. ഇപ്പോൾ ഇവിടെ കവർ ചെയ്ത ഏരിയാസ് ഇല്ലേ? ഇവിടുത്തെ ഒരു ഏരിയ A1 എന്ന് ഞാൻ എടുത്തു. ഈ ഒരു ഏരിയ ഞാൻ A2 എന്ന് എടുത്തു. കെപ്ലർ പറഞ്ഞത് ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത 10 ദിവസം തന്നെയാണ് ഇവിടുന്ന് ഇവിടെ എത്തെങ്കിൽ ആ ടൈം ഈക്വൽ ആണെങ്കിൽ, അതായത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ ആ ഏരിയയും ഈ ഏരിയയും ഈക്വലാണ്. ഇനി വായിച്ചേ, ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ്, കവർ ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കവർ ചെയ്യുന്ന സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഈക്വൽ ആയിരിക്കും. കണ്ടീഷൻ എന്താ?
ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എന്നായിരിക്കും. അതാണ് പരിപാടി. അടുത്ത സ്റ്റേറ്റ് കെപ്ലർസ് ലോ ഓഫ് പീരീഡ്. ഇതോടുകൂടി ഇതിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്താ പരിപാടി? അതായത് ഇതറിയാം, നമുക്ക് എലിപ്റ്റിക്കൽ ഷേപ്പാണ്. എലിപ്സിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ഈ ഡിസ്റ്റൻസിനാണ് സെമി മേജർ ആക്സിസ് എന്ന് പറയാം, എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ സെമി മേജർ ആക്സിസ് തന്നെ ആയിരിക്കും ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ്. സണ്ണും പ്ലാനറ്റും തമ്മിൽ ആവറേജ് ഡിസ്റ്റൻസും എ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കെപ്ലറുടെ തേർഡ് ലോ പറയുന്നത് എന്താ അറിയോ? സ്ക്വയർ ഓഫ് ദ പീരീഡ് ഓഫ് പ്ലാനറ്റ്, അതായത് ഒരു തവണ പ്ലാനറ്റ് കറങ്ങാൻ ആവശ്യമായ ടൈം, അതിൻ്റെ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് എന്നാണ്. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സെമി മേജർ ആക്സിസിന് വരെ നമുക്ക് എങ്ങനെയും പറയാം, എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസും കൂടി പറയാം. സോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ബാക്കി വീഡിയോസും കൂടി കാണാം. എല്ലാ ചാപ്റ്ററിൻ്റെയും ഷുവർ ക്വസ്റ്റൻസ് ഈ ചാനലിൽ വരും. ആദ്യമായിട്ട് ഇത്രയും കണ്ട ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് ഹെൽപ്ഫുൾ ആയിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി എല്ലാ വീഡിയോസും നിങ്ങൾ ഫ്രണ്ട്സിലോട് ഷെയർ ചെയ്യുക. എജ്യൂബോണിൻ്റെ ലൈവിൽ വരിക, അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യുക. അടിപൊളിയായിട്ട് പവർഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫിസിക്സ് ഫുൾ മാർക്കിനെ സ്കോർ ചെയ്യണം.